വെടിക്കെട്ട് അപകടങ്ങൾ മനുഷ്യജീവനുകൾ അപകരിക്കുന്ന സമയത്ത് ഈ വെടിക്കെട്ട് തന്നെ നിരോധിക്കണമെന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉയരുന്നുണ്ട്. ബി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയ നിരീക്ഷണവുമായി ചേരുകയാണ്. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ മുണ്ടത്തിക്കോട് നടന്ന അപകടം നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. പറയൂ. SKN ഓരോ വെടിക്കെട്ട് ദുരന്തമുണ്ടാകുമ്പോഴും ആളുകൾ അതിൽ സങ്കടപ്പെടാറുണ്ട്, വിഷമിക്കാറുണ്ട്, ഉത്കണ്ഠപ്പെടാറുണ്ട്. ഇനി ഇത്തരം നടപടികളിൽ കൂടുതൽ കാലോചിതമായ പരിഷ്കരണം വേണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ അത്തരം നടപടികളൊന്നും നടപ്പാക്കുന്നതായി നമുക്ക് കാണുന്നില്ല. ഇത്തരം വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ. അത് നടപ്പാക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നതുമൊക്കെയാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് അത് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളാക്കി അത് മാറ്റുകയാണ്. അതിൽ കാലോചിതമായ തരത്തിലുള്ള ഏതെങ്കിലും പരിഷ്കരണ നടപടികൾക്ക് മുതിരാൻ ക്ഷേത്ര കമ്മിറ്റികളോ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്നവരോ, ഉത്സവങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരോ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. നമ്മൾ കഴിഞ്ഞ ഓരോ വെടിക്കെട്ട് ദുരന്തം, അത് മലനട ദുരന്തമാകട്ടെ, പിന്നീട് പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമാകട്ടെ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം ഇതേക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കമ്മീഷനുകൾ നിയോഗിക്കാറുണ്ട്. ആ കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ PS ഗോപിനാഥൻ കമ്മീഷൻ തന്നെ സമർപ്പിച്ചിട്ടുള്ള പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള ശുപാർശകളിൽ പലതും നടപ്പാക്കിയിട്ടില്ല. അതുതന്നെ ഈ ശുപാർശകൾ തന്നെ പരിഗണിക്കാൻ മന്ത്രിസഭാ യോഗം ഏറെ വൈകി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വെടിക്കെട്ട് പുരയും ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും തമ്മിൽ 45 മീറ്ററെങ്കിലും അകലം വേണമെന്നായിരുന്നു PS ഗോപിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള പെട്രോളിയം എക്സ്പ്ലോസീവ് ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ പെസോയുടെ ശുപാർശയിൽ അത് 200 മീറ്റർ ആയിരുന്നു എന്നതും കാണാതിരിക്കരുത്. ശക്തമായ ചില ഇതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾക്ക് ജില്ലാ ഭരണകൂടങ്ങളൊക്കെ തയ്യാറാകാറുണ്ട്. പക്ഷേ അവസാന നിമിഷം ഈ വെടിക്കെട്ടിന് തൊട്ടു മുമ്പ് ഇതിൻ്റെ അനുമതിയൊക്കെ പറന്നെത്തുന്നതായാണ് നമ്മൾ പിന്നീടൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം, ഇത് ഈ നിലയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ ചില വിദൂര നിയന്ത്രിത സംവിധാനങ്ങളിലൂടെയൊക്കെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്താം, അതൊരു ദൃശ്യവിസ്മയമാക്കി നൽകാൻ കഴിയും എന്ന തരത്തിലൊക്കെയുള്ള വാദഗതികൾ ഉയരുന്നുണ്ട്. പക്ഷേ അത് നടപ്പാക്കുന്നതിനുള്ള ഇച്ഛാശക്തി കാട്ടേണ്ടത് ഈ ക്ഷേത്രോത്സവ കമ്മിറ്റികളാണ്, ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ്. അവർ ആ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണ നടപടികൾക്ക് മുതിരുമെന്ന് കരുതാം. SKN മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നലെ തന്നെ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ, ഈ വെടിക്കെട്ട് ഉണ്ടാകുമ്പോൾ, അവിടെ സംഭവിക്കുമ്പോൾ, മനുഷ്യജീവനുകൾ ചിതറിത്തെറിക്കുമ്പോൾ അവിടേക്ക് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരെ, ആ നാട്ടുകാരെ വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അഗ്നിശമന സേനയെ വിസ്മരിക്കാൻ കഴിയില്ല, പോലീസിനെ വിസ്മരിക്കാൻ കഴിയില്ല. ഇവരൊക്കെ അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. അവർക്കേതായാലും ഒരു ബിഗ് സല്യൂട്ട്. SKN. ഓക്കെ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശരിക്കും ഒരു വെടിക്കെട്ട് ദുരന്തമുണ്ടാകുന്ന സ്ഥലത്തേക്ക് നമ്മൾ രക്ഷാപ്രവർത്തനമായി പോവുകയാണെങ്കിൽ അടുത്ത വെടിക്കെട്ട് എപ്പോൾ നടക്കും, ഈ ദുരന്തം ആവർത്തിച്ചു എന്ന് വരാം. അതൊക്കെ അവഗണിച്ചായിരുന്നു ഇന്നലെ രക്ഷാപ്രവർത്തകർ ഈ സ്ഥലത്തൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് പലരും ഈ പാടശേഖരത്തിലേക്ക് കടന്നതും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും. അവരെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജനസമൂഹത്തിന് ഇവിടെ നന്ദിയോടെ മാത്രമേ സ്മരിക്കാൻ കഴിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.